വില വളരെ കുറവാണ്. 6,85,000 രൂപ. 6,85,000 രൂപ. 6,85,000. അതെ അതെ ഇതാ അതെ, നിങ്ങൾ കൊടുക്കും? അത് കൊടുക്കും. അടിപൊളി. അതായത് 6,85,000 രൂപയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൈസിൽ ഈ ഒരു വണ്ടി കാണുന്നത്. ഫുൾ ലോണും കൊടുക്കാം അല്ലെ? ലോൺ കൊടുക്കും. കാരണം 3,85,000 രൂപയ്ക്ക് അത് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള 2014 സെഡാൻ അമേസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതും ഡീസൽ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ലൊരു i20 ഉണ്ടല്ലോ. ഇത് നമുക്ക് ഓഫർ പ്രൈസിന് കൊടുക്കാം. i20 ഓഫർ പ്രൈസിൽ 2017 ഡീസൽ വണ്ടിയാണ് കേട്ടോ. 17 ഡീസലാണ്. ഡീസൽ സ്പോർട്സ് ഓപ്ഷൻ ആണ്. ഇത് ഒരു 3,85,000 രൂപ. 3,85,000. യെസ്, 17 വണ്ടിയാ. യെസ്, അത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? റേറ്റ് കുഴപ്പമില്ല. മാക്സിമം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. 4 ലക്ഷം ലോൺ ഉണ്ട്. കിട്ടും. 4 വീൽ മാനുവൽ അല്ലേ? 4 വീൽ മാനുവൽ. ഒന്ന് നോക്കിക്കോളൂ. 4,90,000 രൂപയ്ക്ക്, അതും 2015 CVT ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വിഫ്റ്റിന്റെ പൈസ പോലും ആയില്ല അല്ലേ? ശരിക്കും ഈ ഒരു ഷോറൂമിന്റെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ശരിക്കും മാങ്കാവുള്ള ഒരു ഷോറൂം തന്നെയാണ് കേട്ടോ. അത് ഇതുവരെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഈ ഒരു ഷോറൂമിന്റെ വീഡിയോ ചെയ്യാൻ അവസരം കിട്ടിയിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സംഭവം കാണിക്കുമ്പോൾ ഏറ്റവും ബഡ്ജറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് വണ്ടികൾ ഇന്നിവിടെ അവൈലബിൾ ആണ്. അതാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. ഞാൻ വന്നുള്ളത് നമ്മുടെ കാർ സോണിലാണ് കേട്ടോ. കാർ സോൺ യൂസ്ഡ് കാർസിലാണ്. അതായത് മാങ്കാവ് തിരുവണ്ണൂർ മീൻചന്ത ബൈപ്പാസിലാണ് എക്സാക്ട്ലി ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. അത്യാവശ്യം ഇന്ന് നിങ്ങളെ കാണിക്കാനുള്ള വണ്ടികളെല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു പുതിയ വണ്ടികൾ തന്നെ പറയാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളാണ്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികളായിരിക്കും എന്തായാലും ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ, നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ നോക്കുന്നവർ ആരും തന്നെ ഈ ഒരു എപ്പിസോഡ് മിസ് ചെയ്യേണ്ട. നമ്മുടെ റഹീംക്കിന്റെ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നല്ല വണ്ടികൾ കാണിച്ചു കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം നല്ല വണ്ടികൾ നല്ലത് തന്നെയാണ്. കാരണം പുതിയ വണ്ടികളാകുമ്പോൾ പിന്നെ എനിക്ക് കാണിക്കാൻ ഒരു ധൈര്യമാണ്. കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല. എടുക്കുന്ന ഒരാൾക്ക് ഒരു പണിയും കിട്ടാനില്ല അല്ലേ? ഇല്ലല്ലോ, അത് ഗ്യാരണ്ടിയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നല്ല വണ്ടികളും കാണിച്ചു കൊടുക്കാമല്ലോ? തീർച്ചയായിട്ടും. അതെ. അപ്പോൾ എന്തായാലും മാക്സിമം ഒന്ന് ഫോളോ ചെയ്തോളൂ, ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഷെയർ ചെയ്യാൻ മറക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. നല്ല വണ്ടികളൊക്കെ അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ഷോറൂമിനെ കുറിച്ച് അറിയാത്തതായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അധികാരത്തും അറിയില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾക്ക് മാക്സിമം ഉപകാരപ്പെടും. മാക്സിമം ഷെയറും ചെയ്തോളൂ. കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് അടിപൊളി ഒരു വാഗണർ തന്നെ തുടങ്ങാം. അപ്പൊ എന്തായാലും നമ്മുടെ കാർ സോണിലെ ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു വാഗണർ, വൈറ്റ് കളർ വാഗണർ അല്ലേ? ഇത് 2014 മോഡൽ. 14 പക്ഷെ 14 ആണെങ്കിൽ ഒരു 18ന്റെ ലുക്ക് ഇല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ശരിക്കും നിങ്ങൾ ഈ പോളിഷ് ഒക്കെ ചെയ്ത് ടച്ചപ്പ് ഒക്കെ ചെയ്ത് വെക്കുന്നതാണോ? തീർച്ചയായിട്ടും. ആ ഒരു ക്വാളിറ്റി എന്തായാലും റിഫർബ് എന്തായാലും ചെയ്യുന്നതാണ്. ഇത് VXI ആണ്. എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെയുള്ള ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ടാവും. ബാക്ക് വൈപ്പർ ഒക്കെ ഉണ്ടാവും. ഓട്ടം വെറും 65,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള 14-65 ജെനുവിൻ കിലോ സർവീസ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്കൊരു ഏകദേശം ഒരു 40,000 എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തില്ല. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ ഫസ്റ്റ് ചെയ്തതാ. വാറന്റിയോട് കൂടിയുള്ള സീറ്റ് കവർ എല്ലാം പുതിയതാണ്. ഇൻഷുറൻസ് നമുക്ക് പുതിയത് ഫുൾ കവർ എടുത്തു കൊടുക്കാം. ഒരു ഏകദേശം 95% ടയർ ഉണ്ട്. കസ്റ്റമറിന് ഇതേപോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സർവീസ് ഇനി നെക്സ്റ്റ് ഒരു 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഇത് നമുക്ക് ഫൈനൽ ഒരു 3,35 കൊടുക്കാം. ഇത്രയും വൃത്തിയുള്ള വണ്ടി തീർച്ചയായിട്ടും കൊടുക്കാം. അടിപൊളിയാ. നല്ല പ്രൈസ് ആണ്. കാരണം 14 മോഡലും ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യണ്ട, കസ്റ്റമർക്ക് ഒന്നും ചെയ്യണ്ട. അതാണ് 3,30,000. ഒരുവിധം നമ്മൾ കാണിക്കുന്ന എല്ലാ വണ്ടി നെഗോഷ്യബിൾ അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ ഓണം ഓഫറിൽ അടിച്ചു വിടാണ്. 14 വണ്ടി VXI, ഇത്രയും നീറ്റ് വണ്ടി 3,30 മിസ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഓണ അമേസും കൂടി കാണിച്ചു തരാം. പഴയ ഷേപ്പ് വണ്ടിയാണ്. ഇത് ഏതൊക്കെ മോഡൽ? ഇത് 2014 ആണ്. ഡീസലാണ്. കേരള വണ്ടിയാ? കേരള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. അടിപൊളി. അതായത് 14 ഡീസൽ സിംഗിൾ ഓണർ ഒക്കെ കാണൽ വളരെ കുറവാണ്. ഇത് കിലോമീറ്ററോ? 84,000 കിലോമീറ്റർ. ജെനുവിനാണ്. സർവീസ്. അതായത് വളരെ ലോ കിലോമീറ്റർ തന്നെ ഞാൻ പറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 25 കിലോമീറ്റർ മൈലേജ്. തീർച്ചയായിട്ടും. അപ്പൊ ആൾക്കാർ പറയും 82,000 ഒക്കെ നിങ്ങൾക്ക് ലോ കിലോമീറ്റർ ആണോ എന്ന് ചോദിക്കും. ഈ വണ്ടിനെ അപേക്ഷിച്ച് ലോ കിലോമീറ്റർ 100%. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 കിലോമീറ്റർ മൈലേജിന് ഒരു സെഡാൻ വണ്ടി ഇത്ര ഓടിയാ പോരാ. തീർച്ചയായിട്ടും. അത് ജെനുവിൻ കിലോമീറ്റർ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ്. എന്തെങ്കിലും വേറെ അപാകതകൾ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വിലയോ? വില നമുക്ക് ഇത് ഏകദേശം ഒരു ഫുൾ ഓൺ കിട്ടുന്ന വണ്ടിയാണ്. ഒരു 3,85 കൊടുക്കാം. ഇതൊന്നും നിങ്ങൾ ഒരു കാരണവശാലും കേട്ടോ. ഫുൾ ലോണും കൊടുക്കാം അല്ലെ? കാരണം 3,85,000 രൂപയ്ക്ക് അത് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള 2014 സെഡാൻ അമേസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതും ഡീസൽ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഒരു കാരണവശാലും മിസ് ചെയ്ത്. ഈ പ്രൈസ് ഒക്കെ നല്ല ബെനിഫിറ്റഡ് പ്രൈസ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2018 മോഡല് എത്തിയോസ് ലീവ. VD ആണ് ലിമിറ്റഡ് എഡിഷൻ വരുന്നത്. GD ആണല്ലേ? VD ആണ്. അതായത് VD എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ. ഫുള്ളിന്റെ തൊട്ട് താഴായിട്ട് അല്ല, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇല്ലേ? എല്ലാ ഫീച്ചേഴ്സും. ഇതിൽ വലിയ ഫീച്ചർ ഒന്നും ഇല്ലല്ലോ. VXIക്ക് ഒരു സ്റ്റൈലിംഗ് മോഡ് മാത്രമേ. അതെ. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ്. കമ്പനി വന്നതാണ്. ഇത് ഭയങ്കര വൃത്തിയുണ്ടല്ലേ വണ്ടി? സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. സിംഗിൾ ഓണർ ആണല്ലേ? ഓക്കെ. അതായത് ടയർ വാങ്ങലൊക്കെ അത്യാവശ്യം 90% തന്നെ അലോയിലുണ്ട്. പിന്നെ ഇതിന്റെയും ഗുണം എന്ന് പറഞ്ഞാൽ മൈലേജ് ആണ് മെയിൻ. തീർച്ചയായും.
20+ എന്തായാലും മെയിൻ്റെനൻസും ഇല്ല. 20+ എന്തായാലും കിട്ടൂല. പിന്നെ ടൊയോട്ടയുടെ ഒരു വണ്ടിന്റെ എഞ്ചിന്റെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല, കാരണം തല്ലി കൊന്നാലും ചാവാത്തൊരു എഞ്ചിൻ അങ്ങനെ തന്നെ പറയാം. പ്രോപ്പറായിട്ട് സർവീസ് ചെയ്താൽ ഒരു കംപ്ലൈന്റും വരില്ല. പിന്നെ കിലോമീറ്റർ 81,000 കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി. സത്യമാണല്ലോ അല്ലേ? ഫുള്ള് ഹിസ്റ്ററി കൊടുക്കുക. ഇതൊക്കെ കമ്പനിയിലാണ് പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. അതിന് പുറത്തുനിന്ന് ചെയ്യാനായിട്ട് കമ്പനിയിൽ സർവീസ് ചെയ്യല്ലേ, പുറത്തുനിന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂടുതൽ വരും. ഓക്കെ, ഇത് 18 അല്ലേ പറഞ്ഞേ? 18 മോഡൽ. 18 കേട്ടോ. VXD ആണ്. എന്തായാലും കൊള്ളാവുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. തീർച്ചയായിട്ടും അതും ലോ കിലോമീറ്റർ കേട്ടോ. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് ഫൈനലി 7 ലക്ഷം രൂപ കൊടുക്കാം. 7.5 ലക്ഷം രൂപ കൊടുക്കാം. ഇത് പിന്നെ ഇപ്പൊ ഒരു 8 ലക്ഷം രൂപ ചോദിച്ചാൽ എടുക്കാൻ ആളുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രശ്നം അല്ലേ? ഇത് ഈ നല്ല വണ്ടികളൊന്നും എവിടെയും കിട്ടൂല. അതും കിലോമീറ്റർ കുറഞ്ഞ ഓടിയൊന്നും കിട്ടാനില്ല. ഓണർഷിപ്പ് ആണ്. 7.5 ലക്ഷം രൂപ ആണ്. ഏകദേശം ഒരു ഫൈനലാണ്. ചെറിയ നമ്മുടെ വീഡിയോ അടിപൊളി. അപ്പൊ എന്തായാലും 7.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 2018 82,000 കിലോമീറ്റർ ഓടിയ വണ്ടി എടുക്കാം കേട്ടോ. നല്ല ക്ലീൻ വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഇതാണെങ്കിലോ i10, ഇത് 2019-20 രജിസ്ട്രേഷൻ ഓപ്ഷൻ. 19-20 വണ്ടി അല്ലേ? ആസ്റ്റ ഓപ്ഷനിലാണ്. ഇത് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ. അതായത് ആസ്റ്റ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും വരും. അതുപോലെ തന്നെ ബട്ടൺ സ്റ്റാർട്ട് വരും, പിന്നെ അലോയ് വീൽസ് വരും, ഇന്റീരിയർ നല്ല നീറ്റ് ആണ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാ സാധനവും ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സെപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഇതിനകത്തുള്ള ഒരു മെയിൻ ഗുണം. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. ഓക്കെ, നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. ഇത് ഓടിയത് എത്രയാ? ഇത് 58,000 കിലോമീറ്റർ. 58,000. ഇതിന് അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ് ഓട്ടോ അല്ലേ? പക്ഷെ സർവീസ് ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്കൊരു 4,90,000. 4,90,000 എന്തൊക്കെ പറഞ്ഞാലും 19-20 മോഡൽ വണ്ടിയാണല്ലോ. അതും ഈ പറഞ്ഞ പോലെ തന്നെ 20-നെ അപേക്ഷിച്ച് പെട്രോൾ വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട്. മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ടാവൂല്ലേ? മൈലേജ് ഒക്കെ കിട്ടും. ഓക്കെ, വില എത്ര പറഞ്ഞാൽ നമ്മള്? വില 4,90,000. 4,90,000 കുറയുമല്ലോ അല്ലെ? നോക്കാം, മാക്സിമം ചെയ്തു. അടിപൊളി. ഓണത്തിന്റെ ഒക്കെ ഓഫറിൽ നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും കേട്ടോ. അതുപോലെ തന്നെ ന്യൂ ഷേപ്പ് ഒരു വാഗണർ ഉണ്ട്. ഇതൊരു വെറൈറ്റി കളറാണല്ലോ. ഇത് 2022 മോഡല്. 22 ആണ്. പുത്തൻ വണ്ടി അല്ലേ? പുത്തൻ വണ്ടിയാണ്. ഇത് VD അല്ല, ZXi ആണ് അല്ലേ? അതായത് ഇതിന്റെ മേലെ ZXi പ്ലസ് എന്ന് പറഞ്ഞൊരു അപ്പൊ ഏറ്റവും ഫുള്ളിന്റെ താഴെ എന്ന് പറയാം. ഇതില് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് നോക്കിയാണ് പവർ 13,000 കിലോമീറ്റർ. 13 ഓടിയിട്ടുള്ളൂ അല്ലേ? അതായത് ഇത് കസ്റ്റമർ ഒരു 5 ഇയർ വാറന്റി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു 27 വരെ വാറന്റി ഉണ്ടാവും. പിന്നെ എന്റെ അത് വേറെ കാര്യം പറഞ്ഞത് 20/9/2022 ലാസ്റ്റ് വണ്ടി കേട്ടോ. അതുപോലെ തന്നെ തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ക്ലീൻ വണ്ടി അല്ലേ? ഓക്കെ, ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും? ഇത് നമുക്ക് ഇവിടെ ഒരു 6,45,000 രൂപ. 6,45. ഇത് പുതിയ എന്ത് വില ഉണ്ടെന്ന്? പുതിയ ഇപ്പം ഓഫർ കഴിച്ചിട്ട് ഇപ്പത്തെ റേറ്റ് അത് എടുക്കുമ്പോ ഏകദേശം ഫിറ്റിംഗ്സ് അടക്കം 7,90 വരും. ഇപ്പം ഓഫർ കഴിച്ചിട്ട് 7,60 7,60 ഉണ്ട് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഇത് വെറും 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? വളരെ ലോ കിലോമീറ്ററിൽ വെറും 13,000 ഓടിയിട്ടുള്ളതാണ്. ഇതിന്റെ അഡീഷണൽ ആയിട്ട് 14,000 ഫിറ്റിംഗ്സും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുണ്ടാവും. ഇതിനകത്ത് സ്റ്റീരിയോ വെച്ചിട്ടുണ്ടല്ലേ? സ്റ്റീരിയോ അല്ല, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, സ്റ്റീരിയോ ഒക്കെ നമുക്ക് എന്തായാലും ഒരു 10,000-15,000 രൂപ നിങ്ങൾക്ക് കോസ്റ്റ് വരും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പിന്നെ ചെയ്യാൻ പോകുന്ന കഷ്ടപ്പാടൊക്കെ അതൊക്കെ ഓൾറെഡി ഉണ്ട്. കൊണ്ടേ ഓടിച്ചാൽ മതി. വെറും 13,000 ഓടിയിട്ടുള്ളൂ. പുതിയ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. ഇൻഷുറൻസ് ഉണ്ട് അല്ലേ? അടിപൊളി. പിന്നെ 22 മോഡലാണ്, 5 വർഷത്തെ വാറണ്ടി ഉണ്ട് കേട്ടോ. അപ്പൊ മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ നല്ലൊരു i20 ഉണ്ടല്ലോ. ഇത് നമുക്ക് ഓഫർ പ്രൈസിന് കൊടുക്കാം. i20 ഓഫർ പ്രൈസിൽ 2017 ഡീസൽ വണ്ടിയാണ് കേട്ടോ. 17 ഡീസലാണ്. ഡീസല് സ്പോർട്സ് ഓപ്ഷൻ ആണ്. എക്സ്ട്രാ അലൈവില് ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓടിയത് എത്രയാ? 90,000 കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ. അടിപൊളി. അതായത് 17 വണ്ടി ഡീസൽ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ട്, ഇത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കാരണം i20 ഏറ്റവും കൂടുതൽ മൈലേജ് ഇടുന്ന ഒരു വണ്ടി. ലോണിൽ ചെയ്ത് കൊടുക്കാം. എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് ഫൈനൽ 5.5 ലക്ഷം രൂപ കൊടുക്കാം. 5.5 ലക്ഷം രൂപയ്ക്ക് 17 ഡീസൽ വണ്ടിയാണ്. സ്പോർട്സ് ഓപ്ഷൻ നല്ല ക്ലീൻ വണ്ടിയാണ്. അതെന്തായാലും പിന്നെ 5.5 മേലെ കിട്ടും. ഡീസൽ വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ടല്ലോ. 5.5 ലക്ഷം രൂപേന്റെ മേലെ നിങ്ങൾക്ക് ലോണോട് കൂടിയിട്ട് എടുക്കാം. അതും ഡീസലാണ്. 90,000 കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ. ടയർ ഒരു 90% ടയർ, പുതിയ ഇൻഷുറൻസ് അതെല്ലാം ഉണ്ട്. ഇതെന്തായാലും നോക്കിക്കോട്ടെ. ആർക്കെങ്കിലും നല്ല മൈലേജ് ഉള്ള ഒരു i20 വേണമെങ്കിൽ അത് മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ നല്ലൊരു അമിയോ 16-17 രജിസ്ട്രേഷൻ. 16-17 സിംഗിൾ ഓണർഷിപ്പ്. ഓട്ടോമാറ്റിക്കാ? മാനുവൽ. ഡീസൽ പെട്രോളോ? ഇത് പെട്രോൾ. 17 മോഡല് 16-17 രജിസ്ട്രേഷൻ. ഓടിയത് എത്രയാ? ഓടിയത് 98,000 കിലോമീറ്റർ. ജെനുവിൻ. അത്യാവശ്യം നല്ല നീറ്റ് ആണ് വണ്ടി. എന്തെങ്കിലും അപാകത പറയാൻ? ഒരു അപാകതകളില്ല, ഒന്നുമില്ല. ക്ലീൻ വണ്ടി. അടിപൊളി. പിന്നെ എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് ഇതും ഏകദേശം ഒരു ഫുൾ ഓൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെയ്തു. ഇത് ഒരു 3,85,000 രൂപ. 3,85,000? 17 വണ്ടിയാ?
അത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? റേറ്റ് കുഴപ്പമില്ല, മാക്സിമം ഫുൾ ഓൺ തന്നെ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ 4 ലക്ഷം ലോൺ കിട്ടും. അതാ ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ 385 നെഗോഷ്യബിൾ ആണ്. ഓണത്തിന്റെ ഇതിൽ ഫുള്ള് എന്താക്കാൻ നമ്മൾ ഡിസ്കൗണ്ട് മാക്സിമം കൊടുക്കാന്ന്. ഞാൻ സത്യസന്ധമായിട്ട് കാര്യം ഒരു തട്ടിയിട്ട് മുട്ടിട്ടൊന്നും വില കുറയ്ക്കണല്ലോ. തട്ടിയിട്ട് മുട്ടിട്ടാണെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്ന പൈസ എക്സ്ട്രാ പൈസ അങ്ങോട്ട് കൊടുക്കാം അല്ലെ? എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഒരു വണ്ടിയാണ് ഇത്. 385 എന്ന് പറഞ്ഞാൽ അത്രയും ബെനിഫിറ്റ് പ്രൈസ് ആണ്. 16-17 വണ്ടിയാണ് കേട്ടോ. എന്തായാലും മിസ് ചെയ്യണ്ട, ഒന്ന് നോക്കിക്കോളൂ. ശരിക്കും ഈ വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുവിധം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലേ മിനി കൂപ്പർ എന്ന് പറയുന്നത്. പ്രത്യേകതയാണത്. അത് റോഡിലൂടെ പോകുമ്പോഴാണെങ്കിലും കാണാനാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അത് മറ്റേത് വണ്ടിനേക്കാളും ഒരു റോഡ് പ്രസൻസ് ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇത് ശരിക്കും ഏതാ മോഡൽ കൂപ്പർ? ഇത് 2013 ആണ്. അതെ, കൂപ്പർ ഡി ആണ് അല്ലേ? കൂപ്പർ ഡി ആണ്. കൺട്രിമാൻ ആണ്. അടിപൊളി. അതായത് ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു 5 ഡോർ വണ്ടിയാണ്. ഇത് റീ ആണല്ലേ? അതായത് HR ഇറങ്ങിയ വണ്ടിയാണ്. HR രജിസ്ട്രേഷൻ ആണ്. 8/5/2013 ഡെലിവറി ഡേറ്റ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ മെയിൻ ക്ലാസോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മതി. നല്ല വൃത്തിക്ക് തന്നെ നിൽക്കുന്ന വണ്ടിയാണ്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടോ? ഒന്നുമില്ല അല്ലെ? കമ്പനി പക്കാ ഹിസ്റ്ററി. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. കിലോമീറ്റർ എത്ര ഓട്ടം? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. അത് ജെനുവിനാണോ? ജെനുവിൻ ആണല്ലേ? അതെ. എന്തായാലും അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ്, അതാണ് പറയേണ്ടത്. പാനോറമിക് സൺറൂഫ് വരും. ഒരു പ്രത്യേക കളറുമാണല്ലേ? തീർച്ചയായും. ഡീസൽ ഇത് മൈലേജ് കിട്ടും. ഡീസൽ ഏകദേശം ഒരു 14-15 കിട്ടും. അത്രയും മൈലേജ് കിട്ടും അല്ലേ? അപ്പൊ എന്തായാലും മോശമല്ലാണ്ട് സാധാരണക്കാരൻ ഉപയോഗിക്കാം. എന്തായാലും ഉപയോഗിക്കും. ഇതൊന്നും ഒരു പോളോ സ്കോഡോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പൈസ ഇത് കൊണ്ട് നടക്കാം അല്ലേ? തീർച്ചയായും. എന്ത് വിലക്ക് കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് ഇവിടെ കാലിക്കറ്റിലേക്ക് നമ്പർ ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. 16.25 ലക്ഷം രൂപ ആസ്കിങ്. നമുക്ക് മാക്സിമം നമ്പർ ആക്കിയിട്ട് അത്രയൊന്നും വേണ്ട. അതൊക്കെ നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും. നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടൈപ്പ് 1 ഒരു ഫോർച്യൂണർ കാണിച്ചു തരാം. ഇത് കേരള വണ്ടിയാ? കേരള വണ്ടി, കോഴിക്കോട് രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ. മോഡലോ 2010 മോഡലാ അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് ആണ് വണ്ടി. ഇത് 3 ലിറ്റർ വണ്ടിയാണ്. അതുപോലെ തന്നെ ഡീസലാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അല്ലേ? ഇത് 4 വീൽ മാനുവൽ അല്ലേ? 4 വീൽ മാനുവൽ. അതായത് ഓഫ് റോഡ് ഓടിച്ച് പൊളിക്കാൻ പറ്റിയ സാധനം. തീർച്ചയായിട്ടും. അതെ. പിന്നെ ഇന്ത്യയിലൊക്കെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡ് ഓടിക്കാൻ തോന്നൂല. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു ഡിക്കി മാത്രം റീപ്ലേസ്. കമ്പനിന്ന് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് മാറിയത്. ഡിക്കിന്റെ ഗ്ലാസ് ഉണ്ടോ? ഡിക്കിന്റെ ഗ്ലാസും ഉണ്ട്. അത് മൊത്തം മാറിയിട്ടുണ്ട്. അതായത് ഈ ഭാഗത്തേക്കൊന്നും ഒന്നും ചെയ്തിട്ടില്ല. കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയാണ്. അതെ അല്ലേ? 10 മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല കേട്ടോ. പിന്നെ ഇത് കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 2,32,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസും ഉണ്ടല്ലേ? എന്താ വില വരുന്നത്? ഇത് നമുക്ക് ഒരു 9,50,000 രൂപ കൊടുക്കാം. 9.5 ലക്ഷം രൂപ കൊടുക്കാം. അത് ഫൈനൽ പ്രൈസ്? കേരള വണ്ടിയാണ് കേട്ടോ. ശരി, നെഗോഷ്യബിൾ ആണല്ലേ? പിന്നെ ആലോചിക്കേണ്ടത് ഫോർച്യൂണർ ഓട്ടോമാറ്റിക് അല്ല, മാനുവലില് 4 വീൽ അല്ലേ? അതായത് ഓഫ് റോഡ് കിങ് എന്ന് വേണേൽ പറയാം. കാരണം അങ്ങനെ നിങ്ങൾക്ക് ഇത് ഓഫ് റോഡ് ഓടിക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വണ്ടിയാണ്. അത് കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ്. അതായത് ഇത് മിസ് ചെയ്യണ്ട. ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോളൂ. നല്ല ബഡ്ജറ്റിൽ നിങ്ങൾക്ക് 9.5 ഉള്ളിൽ ഒരുപാട് വില കുറച്ച് ഫിനാൻസ് പ്രൈവറ്റ് ഫിനാൻസ് ആയിരിക്കും കിട്ടുക. അതെ. അത് നമുക്ക് ഈ ശ്രീറാമൊക്കെ പോലത്തെ അല്ലേ? ശ്രീറാം അല്ലെങ്കിൽ നമുക്ക് സേട്ടു ലോൺ ഒരു 5 കയറുമോ? 5-6 കയറും അല്ലേ? സേട്ടുവിനെ ഒരു കാരണവശാലും അടുപ്പിക്കരുത്. ശ്രീറാമൊക്കെ എടുക്കാം അല്ലെ? പ്രൈവറ്റ് ഫിനാൻസ് നോക്കിക്കോളൂ. അപ്പൊ എന്തായാലും 9.5 ലക്ഷം രൂപയ്ക്ക് 2010 മോഡല് ഏറ്റവും ഫുൾ ഓപ്ഷൻ കിടിലൻ വണ്ടി, മിസ് ചെയ്യണ്ട. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഒരു വെന്യൂ അല്ലേ? ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2019 മോഡലാണ്. 2019 പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. 17/8/2019 എക്സാക്ട് ഡെലിവറി വരുന്നത് അല്ലേ? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഒരു 58,000 കിലോമീറ്റർ. 58,000. അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുമല്ലേ ഇതിന്? ഏകദേശം ഒരു ലോങ് ഒക്കെ ആണെങ്കിൽ ഒരു 16-17, സിറ്റി ഡ്രൈവ് ആണെങ്കിൽ ഒരു 14-15. അതായത് 12 മുതൽ 15 വരെ. നമുക്ക് അത്ര പ്രതീക്ഷ മതി. ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല, നല്ല വൃത്തിയുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തായാലും ഒന്നുമില്ല. ക്ലീൻ വണ്ടി, പക്കാ ക്ലീൻ. ഒരു സംഭവം മാറിയില്ല. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. അതെ. പക്ഷെ എന്റെ ഒരു കളറും ഹൈലൈറ്റഡ് ആണ്. അതുപോലെ തന്നെ നല്ല പോളിഷ് ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതിന്റെ വിലയും കൂടി കേട്ടെ. വില വളരെ കുറവാണ്. 6,85,000 രൂപ. എത്രക്ക്? 6,85,000 രൂപ. 6,85,000? അതെ. ഇതാ? അതെ. നിങ്ങൾ കൊടുക്കും? അത് കൊടുക്കും. അടിപൊളി. അതായത് 6,85,000 രൂപ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൈസിൽ ഈ ഒരു വണ്ടി കാണുന്നത്. 2019 മോഡലാണ്. സിംഗിൾ ഓണർ ആണ്. എല്ലാ ഭാഗവും ഫിറ്റ് ആണ്. എക്സ്ട്രാ സബ്വൂഫർ, LCD കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. എസ്സിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ബേസ് ആയിരുന്നു അല്ലേ? അതെ. പക്ഷെ പവർ വിൻഡോസ് ഒക്കെ 4 ഡോർ പവർ ചെയ്തിട്ടുണ്ട്. ഇത് സംഭവം അടിപൊളി കേട്ടോ. അതായത് 6,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 19 മോഡൽ വണ്ടി കിട്ടും. എനിക്ക് തോന്നുന്നു 19 മോഡൽ സ്വിഫ്റ്റിന് കൊടുക്കണ്ടേ ആ പൈസ? തീർച്ചയായിട്ടും കൊടുക്കണം. തീർച്ചയായിട്ടും. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടി. കോമ്പാക്ട് XUV. പിന്നെ കോമ്പാക്ട്, അതും ഹ്യുണ്ടായില് നല്ല ക്വാളിറ്റി ഉള്ള ന്യൂ ഷേപ്പ് വണ്ടി അല്ലേ?
ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. നമുക്ക് എന്താ ഓണത്തിന്റെ ഓഫറിൽ ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ പറയേണ്ട കാര്യമില്ല, എന്തായാലും കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നെഗോഷ്യബിൾ ആണ് 685 എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഫുൾ ലോൺ തന്നെ മാക്സിമം ഒരു 6.25 ലക്ഷം രൂപ 6 രൂപ നമുക്ക് നോക്കാം. അത് ഈ പ്രൊഫൈലൊക്കെ പറ്റിയാണ് ഫുൾ ലോൺ ചിലപ്പോൾ കയറും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യണ്ട, അത് നോക്കിക്കോ. നല്ല ബെനിഫിറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്, മോശമൊന്നുമില്ല. കാരണം കുറ്റം പറയാൻ മാത്രം വൃത്തിയോടെ. 4 ടയർ പുതിയത്, ബാറ്ററി പുതിയത്, കമ്പനി ഇപ്പൊ സർവീസ് കഴിഞ്ഞതാണ്. അതെ അല്ലേ? പിന്നെ ഒരു റീപ്ലേസും ഇല്ലല്ലോ? ഒന്നുമില്ല, ഒരു റീപ്ലേസ്മെന്റും ഇല്ല. എന്ത് വിലക്ക് കൊടുക്കാം ഇത്? നമുക്കൊരു 10,60,000 കൊടുക്കും. 10,60? അതെ, കുറെ ഉണ്ടാവൂലേ? നോക്കാം നമുക്ക്, കാരണം വില കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. 10,60 കേരള വണ്ടിയാണ്, ഒന്നാമത് കേരള വണ്ടിയാണ്, നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അതായത് നിങ്ങൾക്ക് കുറയ്ക്കാനുള്ളതിന് മാക്സിമം കുറച്ച് തരും. അത് നിങ്ങൾ വന്നിട്ട് സംസാരിച്ചോളൂ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 13 ഒറിജിനൽ കേരള കസ്റ്റമർക്ക് ഒരു പൈസ പോലും ചെയ്യേണ്ട ആവശ്യമില്ല. 4 ടയർ പുതിയത്, കമ്പനി സർവീസ് കഴിഞ്ഞാൽ, ബാറ്ററി പുതിയതാണ്, ഇൻഷുറൻസ് പുതിയതാണ്, എല്ലാം ഓടിക്കാം. അതെ അതെ, വണ്ടി നല്ല നീറ്റും ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളും. മാക്സിമം ലോണോട് കൂടിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഏറ്റവും മോഡൽ കൂടിയിട്ടുള്ള ഒരു ഇഗ്നിസ് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു വണ്ടി ഇവിടെ ഉണ്ട്. ഇത് 23 ആണല്ലേ? 2023 എത്ര ഓടിയിട്ടുണ്ട്? 21,000 കിലോമീറ്റർ. 21,000 കിലോമീറ്റർ ഒരു അത്യാവശ്യം ഓടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. പക്ഷെ കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണല്ലേ? കമ്പനി വാറന്റി. ഇത് വേരിയന്റ് ഏതാ? ഇത് സിഗ്മയാണ്, ബേസ് മോഡലാണ് അല്ലേ? പക്ഷെ ഇതിനകത്ത് ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഇപ്പൊ നിലവിലുണ്ട് കേട്ടോ. സ്റ്റീരിയോ ചെയ്യാനുണ്ട്, ചെയ്ത് കൊടുക്കൂല? അത് നല്ല സ്ക്രീൻ വെച്ച് കൊടുക്കാം. നല്ല സ്ക്രീൻ. പിന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടയർ വാങ്ങലിരിക്കുന്ന 21 ഓടി ടയറാണ്, മോശമൊന്നുമില്ല. പിന്നെ ഇത് നമുക്ക് എന്ത് റേറ്റ് കൊടുക്കാം? നമുക്ക് 5,60,000 രൂപ. ഇത് മാനുവൽ തന്നെയല്ലേ? മാനുവൽ 5,60,000 രൂപ. അത് 23 മോഡൽ 21,000 ഓടിയിട്ടുള്ളൂ. അതെ. പിന്നെ പുതിയ എടുക്കുന്നവർക്കൊന്നും പ്രിഫർ ചെയ്യാം. തീർച്ചയായിട്ടും. 1.5-2 ലക്ഷം രൂപ മാറ്റമുണ്ടല്ലേ? അതും ഇത്രയും പുതിയ മോഡലാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ജാസ് കാണിച്ചാൽ. ജാസ് ആണെങ്കിലോ? ജാസ് 2015 ഓട്ടോമാറ്റിക് CVT. 15 CVT വണ്ടി അല്ലേ? ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഓടിക്കാൻ അല്ലേ? തീർച്ചയായിട്ടും, അതാണ് ഇതിന്റെ മെയിൻ ഗുണം. ഇത് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരില്ലേ? ഒട്ടുമിക്ക അലൈവീൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതായത് ഇത് ശരിക്കും വേരിയന്റ് ഏതാ വരുന്നത്? S ആണ് വരുന്നത്. എസിലെ ഓപ്ഷൻ വന്നായിരിക്കും, കാരണം അലൈവീൽ അല്ലെങ്കിൽ. അതെ അതെ, നല്ല 4 പുത്തൻ ടയറും കിടക്കുന്നുണ്ട്, നല്ല കട്ടിയുള്ള ടയർ. അതുപോലെ തന്നെ ഇന്റീരിയർ മോശമില്ല. റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസ് ഇല്ല. ഒരു 6 മന്ത് നമുക്ക് കമ്പനി വാറന്റി കൊടുക്കാം. വാറന്റി ഉണ്ടല്ലേ? അടിപൊളി. അപ്പൊ എന്തായാലും നല്ല 2 സർവീസും ഫ്രീ കിട്ടും. അങ്ങനെ ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 2 സർവീസും 6 മാസം വാറന്റിയോട് കൂടിയിട്ട്. ഹോണ്ട ജാസ് 2015 അല്ലേ? 2015. അതും CVT ഓട്ടോമാറ്റിക് ആണ്. എന്ത് വിലക്ക് കൊടുക്കാം? 490 മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 490 എന്നുള്ളതൊക്കെ മാക്സിമം കുറയോട്ടോ. അങ്ങ് അറ്റം കുറച്ച് തരും. ഒന്ന് നോക്കിക്കോളൂ. 4,90,000 രൂപയ്ക്ക്, അതും 2015 CVT ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വിഫ്റ്റിന്റെ പൈസ പോലും ആയില്ല അല്ലേ? ആ വിലക്ക് നിങ്ങൾക്ക് ഇത്രയും നല്ല വണ്ടി കൊണ്ടു. അതായത് ടൊയോട്ട കഴിഞ്ഞാൽ പിന്നെ ഹോണ്ടയാണ് എഞ്ചിന്റെ കാര്യത്തിൽ അടിപൊളി അല്ലേ? എന്തായാലും മിസ് ചെയ്യണ്ട, അത് നോക്കിക്കോളൂ. അതുപോലെ തന്നെ നല്ലൊരു കിയ സെൽട്ടോസ് കാണിച്ചാലോ? അതെ, സെൽട്ടോസ് പെട്രോൾ ആണ്. അതെ. മോഡലോ? പെട്രോൾ 2020 മോഡൽ. 20 ആണല്ലേ? അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് പുതിയത് എടുക്കാൻ പോകുന്ന ഒരാൾ പോലും പോകരുതെന്ന് ഞാൻ പറയുള്ളൂ. അതെ അല്ലെ? ഇതൊന്ന് പ്രിഫർ ചെയ്തോളൂ. എടുക്കണം ഞാൻ പറയില്ല, വന്ന് കാണാം. തീർച്ചയായിട്ടും. ഇത് മോഡൽ 20 ആണെന്ന് പറഞ്ഞു. മോഡൽ 45,000 കിലോമീറ്റർ. 45,000 അല്ലേ? പെട്രോൾ ആണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇത് ഫുൾ ഓപ്ഷൻ അല്ലല്ലോ? ഫുൾ ഓപ്ഷൻ അല്ല. വേരിയന്റ് ഏതാ? വേരിയന്റ് HT എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. HTK കൺവേർട്ട് ചെയ്തതാണ്. അതായത് ബേസിന്റെ ഒക്കെ മേലെയായിട്ട് വരും, മിഡിൽ ഓപ്ഷൻ റേഞ്ചിൽ വരും. ഷോർട്ട് എല്ലാ ഫീച്ചേഴ്സും വരും കേട്ടോ. അത്യാവശ്യം വേണ്ടുന്ന നല്ല സീറ്റുകൾ കാര്യങ്ങളുണ്ട്, മ്യൂസിക് സംഭവങ്ങളെല്ലാം ഉണ്ട്. കറക്റ്റ് ഹിസ്റ്ററിയാണ്. ഒരു റീപ്ലേസും ഇല്ലല്ലോ? ഇല്ല, മേജർ ആയിട്ട് ഒന്നുമില്ല. പക്ക വണ്ടി. അതെ. എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 9,50,000 രൂപ. 9.5 ലക്ഷം രൂപ അല്ലെ? അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഒരു കുറ്റവും പറയാനില്ല. 9.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ നാട്ടിൽ വേറെ എവിടെയും കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് വന്നായില്ലേ? തീർച്ചയായിട്ടും. ഇതൊന്ന് കേരളത്തിൽ തന്നെ കുറവായിരിക്കും. നോക്കാം, അന്വേഷിച്ച് വന്നോട്ടെ വരും. അതായത് 20 മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തു. ഇത് ഫുൾ ഓണും കയറും കേട്ടോ. 10 ലക്ഷം രൂപ മേലെ കയറാൻ ചാൻസ് ഉണ്ട്. അതായത് കിയ സെൽട്ടോസ് ഞാൻ ആദ്യമായിട്ടാണ് 20 വണ്ടിയൊക്കെ 9.5 ലക്ഷം രൂപയ്ക്ക് ഒരു വില കാണുന്നത് അല്ലേ? അത് നിങ്ങൾക്ക് മിസ് ചെയ്യണ്ട കേട്ടോ. കാരണം ഇതിപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഒരുപാട് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു. ഇഷ്ടംപോലെ കിട്ടാനും ഉണ്ട്. നല്ല എൻക്വയറിയും വരുന്നുണ്ട്. ഇത് എടുക്കാനും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും ഇത് പുതിയ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരു 10-15 ലക്ഷം രൂപ വില? അത്ര ഉണ്ടാവില്ല, ഒരു 12.5 രൂപ അത്രേ ഉള്ളൂ. 12 ലക്ഷം രൂപ, 13 രൂപ. ഇത് കുറച്ച് ബേസിലേക്ക് മോഡൽ ആയതുകൊണ്ട് അല്ലേ? ഓക്കെ, എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഒരു 3-3.5 ലക്ഷം രൂപ ഡിപ്രീസിയേഷൻ. 9.5 ലക്ഷം രൂപയ്ക്ക് നല്ല അടിപൊളി വണ്ടി എടുത്തോണ്ട് പോകാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു
ബ്രസ. ഇത് നമുക്ക് ഒരു ചെറിയൊരു മൈനസ് ഉണ്ട് വണ്ടിക്ക്, ചെറിയൊരു ഫ്രണ്ട് ചെറിയ തട്ടിട്ട് അതിനുള്ള റേറ്റ് നമുക്ക് അപ്രോണിന്റെ അടുത്ത് എത്തിയിട്ടില്ല. ഇല്ല, അതായത് ഇവിടെ ചെറിയ തട്ടിട്ട് കമ്പനി ഉണ്ടായപ്പോ ഇതെല്ലാം റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഒരു പുറത്തുനിന്ന് വർക്ക് എടുത്തു. മെക്കാനിക്കൽ 100% ഒന്നും നോക്കാം. അലൈൻമെന്റ് ഒക്കെ പക്കയല്ലേ? അലൈൻമെന്റ് നോ പ്രോബ്ലം. മെക്കാനിക്കൽ പക്ക, ഓടിക്കാനും സൂപ്പർ, ഒന്നും നോക്കാം. അതായത് ഇതിന്റെ ഒരു ഗുണം പറഞ്ഞുതരാം. ഇതിപ്പോ മോഡൽ ഏതാ? 2017 ZD ആണ്. ഏറ്റവും കുറഞ്ഞത് ഇത് നമുക്ക് ഇപ്പം നോർമൽ മാർക്കറ്റിൽ ഒരു 8-9 ലക്ഷം രൂപ വില ഉണ്ടാവില്ലേ? മാർക്കറ്റ് ഉണ്ട്, കാരണം അത് ZD കൂടി ആണല്ലോ. ഇതിൽ ബട്ടൺ സ്റ്റാർട്ട് വരില്ല കേട്ടോ, ബട്ടൺ സ്റ്റാർട്ട് വരില്ല. അതെ, പക്ഷെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡീസൽ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. 2017 മോഡൽ വെറും 79,000 ഓടിയിട്ടുള്ളൂ. അത് ജെനുവിൻ കിലോമീറ്റർ കമ്പനി ഉണ്ട്. സിംഗിൾ ഓണറാ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 4 പുതിയ ടയർ, ഇൻഷുറൻസ് നമുക്ക് പുതിയ എടുത്തു കൊടുക്കാം. സത്യമായിട്ടോ, 4 പുത്തൻ ടയർ ഉണ്ട്. പിന്നെ ഇതിന് നമുക്ക് 7,10,000 രൂപ. 7,10 അല്ലേ? ഓക്കെ, ഏകദേശം 1 ലക്ഷം രൂപയുടെ വ്യത്യാസം വരും എന്തായാലും ആ ഒരു തട്ടിന്റെ പേര്. അത് നിങ്ങളൊരു കാര്യം ചെയ്യാം, ഷോറൂമിൽ കൊണ്ടുപോവാ. ഷോറൂമിൽ കൊണ്ടുപോയിട്ട് അവരോട് ചെക്ക് ചെയ്യാൻ പറയാം. അത് വർക്ക് എടുത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടോ, ഇത് എടുത്താ പണി കിട്ടുമോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. എന്നിട്ട് മാത്രം എടുത്താൽ 7,10,000 രൂപ. 2017 ZDI വണ്ടിയാണ്, അതും 79,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു അൾട്ടോ വാങ്ങിച്ചു കൊടുത്താലോ? 800. ഇത് 2020 മോഡല് VXI ആണ് കേട്ടോ. 20 VXI ആണ്. 20 VXI സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. ഇത് ഓടിയതൊക്കെയോ 34,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണല്ലേ? 34,000 കിലോമീറ്റർ. എനിക്ക് തോന്നുന്നു ടയർ ഭാഗങ്ങളൊക്കെ ഫ്രണ്ടിൽ 2 പുതിയതുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ സിംഗിൾ എയർ ബാഗ് വരും. അതുപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് എല്ലാം വരും. സ്റ്റീരിയോ എല്ലാം വരുന്നത്. അതെ. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് നമുക്ക് ഫൈനൽ ഒരു 365 കൊടുക്കാം. 365 അല്ലേ? അതായത് ഇതിന്റെ വരുന്നത് 15/10/2020 ആണ് കേട്ടോ. 15/10/2020 ഡെലിവറി ആണ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഒരു വൃത്തിയുള്ള വണ്ടി. അത് മാരുതി 800 അൾട്ടോ 800 അല്ലേ? അത് നിങ്ങൾ നോക്കിക്കോട്ടെ, നല്ല വൃത്തിക്ക് ഉപയോഗിക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ കാർ സോണിൽ ഈ ഒരു എപ്പിസോഡിൽ അവസാനത്താണ്. ഇതൊരു ലോ ബഡ്ജറ്റിലുള്ള ഒരു വണ്ടിയാണ്. ഇത് 2016 ആണ്. 2016 മോഡല്. അതായത് വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് തരാൻ പറ്റും. ഒന്ന് പോളിഷ് ചെയ്യാണ്ട്, വേറെ ഒന്നും ചെയ്യാനോ, ഒന്ന് പോളിഷ് ചെയ്ത് വേറെ കാര്യം ഒന്ന് കഴുകിയാൽ തന്നെ വണ്ടി വൃത്തിയായി അടിച്ച് കിടക്കുന്ന. വേറെ അപാകതകൾ ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 16 എത്ര ഓടിയുണ്ട്? 80 സംതിങ് ഓടിയുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അപാകതകളൊന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മെക്കാനിക്കലി 100%. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ എല്ലാം വരും അല്ലേ? എന്ത് വില വരും? ഇത് നമുക്ക് 2,20,000 കൊടുക്കാം. 16 വണ്ടി. അടിപൊളി. 2,20,000 രൂപ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഫുൾ ഓൺ തന്നെ കൊണ്ടുപോയി അല്ലേ? പിന്നെ 16 മോഡൽ ഉണ്ടെന്നാണ് ഹൈലൈറ്റ്. 80 സംതിങ് ഓടിയിട്ടുള്ളൂ. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. മാക്സിമം കുറയാനുള്ള കുറച്ച് കൊടുക്കൂലേ? ഇതൊക്കെ നിങ്ങൾക്ക് 2,20,000 താത്തി തരും. ആസ്കിംഗ് പ്രൈസ് ആണ് നമ്മൾ പറയുന്നത്. അതായത് കാർ സോണിൽ നമ്മൾ ഇന്ന് കാണിച്ച ഒരുവിധ വണ്ടികളെല്ലാം നിങ്ങൾക്ക് വൺ ബെനിഫിറ്റിൽ എടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. മാക്സിമം ഡിസ്കൗണ്ട് ആയി കൊടുക്കാനുള്ള പ്രത്യേകിച്ച് ഒരു സമ്മാനം ഒന്നും അല്ല, അതിനുള്ള ഡിസ്കൗണ്ട് സമ്മാനങ്ങളും ഉണ്ട്, കൊടുക്കുന്നുണ്ട്. സമ്മാനങ്ങളും കാര്യങ്ങളും. അതെ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഓണത്തിന് വണ്ടി എടുക്കുമ്പോൾ ഇവരെ ഒന്ന് പ്രിഫർ ചെയ്തോളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ തന്നെ ഇവർ കാണിച്ച എല്ലാം നല്ല കിടിലം പ്രൈസിലുള്ള വണ്ടികളുമാണ്. അപ്പൊ എന്തായാലും മിസ് ചെയ്യണ്ട. ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? ഓക്കെ. നമുക്ക് കുറച്ച് റീൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്, കയറി കാണാൻ മറക്കണ്ട. ഇവിടെ നിന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ വരാം. തീർച്ചയായിട്ടും വരും. ഷോക്ക് മാറുന്നതനുസരിച്ച് നല്ല ബെനിഫിറ്റിൽ നിങ്ങൾക്ക് വണ്ടി തരാം കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങളോട് ഒരു 3-4 ദിവസം മുമ്പ് അന്ന് പറഞ്ഞ ടൈമിലുള്ള കുറെ വണ്ടികളൊക്കെ പോയി അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളോട് വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട് ഒരാഴ്ചയായില്ല. ഇതുവരെ എന്നാണ് ഇപ്പൊ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. അടുത്തൊരു കിടിലൻ സ്റ്റോക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.